സർക്കാർ ഓഫീസ് കയറിയിറങ്ങി ചെരുപ്പ് തേഞ്ഞു എന്നത് പാടിപ്പതിഞ്ഞ പഴകിയ ഒരു പ്രയോഗമാണ്. പല പല ആവശ്യങ്ങൾക്കായി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങി മടുത്തവരാണ് ഇത്തരം പ്രയോഗങ്ങളുടെ പ്രയോക്താക്കൾ. മുൻകാലങ്ങളിൽ അത്തരം ചൊല്ലുകൾക്കും പ്രയോഗങ്ങൾക്കും അർത്ഥമുണ്ടായിരുന്നുവെങ്കിലും ഇന്ന് കാലം മാറി. സാങ്കേതിക വിദ്യ അതിവേഗം പുരോഗമിക്കുന്ന ഇക്കാലത്ത് സർക്കാർ ഓഫീസുകളിലെ പല കാര്യങ്ങൾക്കും വേഗത കൈവന്നിട്ടുണ്ട്. അതിലൊന്നുകൂടി ചേരും കെട്ടിട നിർമ്മാണ പെർമിറ്റ് വ്യവസ്ഥകളിൽ സർക്കാർ വരുത്താനിരിക്കുന്ന മാറ്റം. കെ-സ്മാർട്ട് വഴി നൽകുന്ന അപേക്ഷകളിൽ കാലതാമസമില്ലാതെ കെട്ടിട നിർമ്മാണ പെർമിറ്റ് നൽകണമെന്ന വ്യവസ്ഥ നടപ്പിൽ വരുത്താൻ ഒരുങ്ങുകയാണ് സർക്കാർ. അപേക്ഷയിൽ സർക്കാർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ പാലിക്കുന്നുണ്ട് എങ്കിൽ അപേക്ഷിച്ച് 30 സെക്കൻഡിനകം അനുമതി ലഭിക്കും. കെട്ടിട നിർമ്മാണ പെർമിറ്റിനായുള്ള 117 ചട്ടങ്ങളിൽ 200-ൽ അധികം ഭേദഗതികൾ വരുമെന്നാണ് റിപ്പോർട്ട്. സമഗ്ര മാറ്റത്തിനാണ് സർക്കാർ തയ്യാറെടുക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനം വീടുകൾക്കുള്ള നിർമ്മാണ അനുമതിയാണ്. 3200 സ്ക്വയർ ഫീറ്റ് വരെ വിസ്തീർണമുള്ള 2 നിലകളുള്ള വീട് വരെ ഇത്തരത്തിൽ അനായാസം പെർമിറ്റ് ലഭിക്കും. ഉയരം പരിഗണിക്കാതെ തന്നെ പെർമിറ്റ് നൽകാൻ വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. കെ-സ്മാർട്ട് വഴി ലഭിക്കുന്ന ഇത്തരം അപേക്ഷകളിൽ ഡിജിറ്റൽ പരിശോധനയിൽ പിഴവില്ലെങ്കിൽ 300 ചതുരശ്ര മീറ്റർ അഥവാ 3229.17 ചതുരശ്ര അടി വരെ വിസ്തീർണമുള്ള ഇരുനില വീടുകൾക്ക് ഉയരം പരിഗണിക്കാതെ തന്നെ ഉടൻ കെട്ടിട നിർമ്മാണ പെർമിറ്റ് നൽകും. സ്ഥല പരിശോധനയും ഉണ്ടാകില്ല. പക്ഷേ അനുമതി പൂർണ്ണ സജ്ജമാകാൻ റവന്യൂ വകുപ്പിന്റെ ഡിജിറ്റൽ സർവേ കൂടി പൂർത്തിയാകണമെന്ന് മാത്രം. പരമാവധി 300 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള 2 നില വരെയുള്ള 7 മീറ്റർ വരെ ഉയരമുള്ള വീടുകളെയാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരുന്നത്. ഇരുനില വീടുകളിൽ പലതിന്റെയും ഉയരം 7 മീറ്ററിൽ കൂടുതലാണ് എന്നതിനാൽ ഇളവുകൾ ലഭിക്കുന്നില്ല എന്ന പരാതി കൂടി ഇതോടെ ഒഴിവാകും. വാണിജ്യ കെട്ടിടങ്ങൾക്ക് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് നൽകാനുള്ള വിസ്തീർണം വർദ്ധിപ്പിക്കാനും സർക്കാർ ആലോചിക്കുന്നുണ്ട്. നിലവിൽ 100 ചതുരശ്ര മീറ്റർ വരെ, അതായത് 1076.39 സ്ക്വയർ ഫീറ്റ് ആണ് വാണിജ്യ കെട്ടിടങ്ങൾക്ക് സെൽഫ് സർട്ടിഫൈഡ് പെർമിറ്റ് നൽകാനുള്ള വിസ്തീർണം നിജപ്പെടുത്തിയിട്ടുള്ളത്. ഇത് 250 ചതുരശ്ര മീറ്ററായി ഉയർത്തും. അതായത് 2690.98 ചതുരശ്ര അടി വരെയായി ഉയർത്തുന്നതോടെ ഒട്ടേറെ ചെറുകിട ഇടത്തരം വാണിജ്യ കെട്ടിടങ്ങളുടെ നിർമ്മാണങ്ങളുടെ അനുമതിക്ക് കാലതാമസം ഉണ്ടാകില്ല എന്ന് സാരം. കെട്ടിട നിർമ്മാണ അനുമതി ചട്ടങ്ങളിൽ മാറ്റം വരുന്നതോടെ ലഭിക്കുന്ന മറ്റൊരു സുപ്രധാന ഇളവ് വീടുകൾക്ക് മുകളിൽ ഷീറ്റോ ഓടുമേഞ്ഞോ നിർമ്മിക്കുന്ന മേൽക്കൂരകൾക്ക് നികുതി ഒഴിവാകുന്നതാണ്. വീടുകൾക്ക് മുകളിൽ താൽക്കാലിക ഷീറ്റോ ഓടോ മേഞ്ഞ മേൽക്കൂരകൾക്ക് ഇനി മുതൽ നികുതി ഉണ്ടാകില്ല. മഴക്കാലത്തെ ചോർച്ച തടഞ്ഞ് കെട്ടിടം സംരക്ഷിക്കാനും തുണി ഉണക്കുന്നത് പോലുള്ള ആവശ്യങ്ങൾക്കും ഇത്തരം നിർമ്മാണം വ്യാപകമായതോടെയാണ് ഇളവ് അനുവദിക്കാനുള്ള തീരുമാനം. ഇതനുസരിച്ച് ടെറസിൽ നിന്ന് 2.4 മീറ്റർ വരെ ഉയരമുള്ള താൽക്കാലിക നിർമ്മാണങ്ങൾക്ക് പൂർണ്ണമായും നികുതി ഇളവ് ലഭിക്കും. നിലവിൽ ഇത്തരത്തിൽ നികുതി ഇല്ലാതെ നടത്താവുന്ന നിർമ്മാണം 1.2 മീറ്റർ വരെ ഉയരത്തിൽ മാത്രമാണ്. കെട്ടിട നിർമ്മാണ ചട്ടങ്ങളിൽ ഇത്തരം നിർമ്മാണം ഇതുവരെ ഉൾപ്പെട്ടിരുന്നില്ല. എന്നാൽ ഷീറ്റിടുന്നത് പ്രത്യേക നിർമ്മാണമായി കണ്ട് പല തദ്ദേശ സ്ഥാപനങ്ങളിലും ഉദ്യോഗസ്ഥർ പെർമിറ്റ് ഫീസും നികുതിയും ഈടാക്കുകയും ചെയ്തിരുന്നു. തദ്ദേശ അദാലത്തിലും നവകേരള സദസ്സിലും ഉയർന്ന നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളിച്ചാണ് ചട്ടഭേദഗതിക്ക് തദ്ദേശ വകുപ്പ് നടപടി സ്വീകരിച്ചത്.